ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻട്രോ പറയാനുള്ളൊരു സമയം പോലും ഇല്ല. സമയം ഇപ്പം ഓൾമോസ്റ്റ് 10:25 ശരിക്കും 10:26. അപ്പോൾ 10:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിഡിങ് പ്രോസസ്സ് അവസാനിക്കും. ഞാൻ ലേലം വിളിയിലാണ് ഗുയിസ്. ലേലം വിളിയിൽ വേറൊന്നുമല്ല, വണ്ടി നമ്പറിന് വേണ്ടിയിട്ടുള്ള നമ്പർ ബുക്കിങ്ങിൻ്റെ ലേലം വിളിയാണ്. അപ്പോൾ സംഭവം എന്താവും എന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ ഇന്നലെ രാത്രിയും കൂടെ ഒരു എമൗണ്ട് ഇട്ടു. അതിന് ശേഷം അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് മുന്നേ നോക്കിയപ്പോഴും ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ചെയ്യാൻ വച്ചേക്കാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ലെറ്റ് സി. സെക്കൻഡ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്പർ ബുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയില്ല. 3 പേരുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് നമ്പറൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ അത്ര ഭയങ്കര ഫാൻസൊന്നും പറയാനില്ല. KL01DD 9988 ആണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അവരിതാ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും ചേഞ്ച് ചെയ്യാം. 10 വരെയാണ് നമുക്ക് ശരിക്കും ടൈമുള്ളൂ. ഇനി ചേഞ്ച് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ആവേശത്തിന് ചേഞ്ച് ചെയ്ത് കൊടുത്താണ്. 15 വരെ മാക്സിമം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. That my mind fills up into a creature, and it haunts me somewhere much deeper. Anxiety filling up every space, no privacy. And silently it could build and build until you finally see, whoa, it's taking over, damn, no closure, moving closer. No exposure, I just wanna be a loner. Some can't stay sober, looking over all their shoulders, like moving boulders just to get out of the home. It sucks, I've had enough. I don't wanna feel the stuck under the rug, all my problems that I shove. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. I got nightmares in my head, I fear. ഞാനാണ് 14 ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. ആകെ കൂടി കിളി പറഞ്ഞിരിക്കുകയാണ്. ടൈം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഗൈസ്. എന്നെപ്പോലെ വളരെ അപ്പുറത്തുണ്ട്. ഡബേന്ന് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. 14,000 ഇപ്പോൾ ലേലത്തിൻ്റെ ഒരു എമൗണ്ട്. അപ്പോൾ 15 ആക്കിയിട്ടുണ്ട്. ഞാനത് 16 ആക്കുകയാണ്. സബ്മിറ്റ്. വിളിക്കട്ടെ. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് കിട്ടാതെ പോകുന്നത്. ഞാനിങ്ങനെ 18,000 വരെ ഇങ്ങനെ നോക്കി. 18 കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് അടി പതറി. കാര്യം അത്ര വലിയ ഫാൻസി എന്ന് പറയാനില്ലല്ലോ. എനിക്ക് KL01DD സീരീസ് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ, സാരമില്ല, DD കിട്ടിയില്ല. ഇനിയിപ്പം ഇന്നത്തോടുകൂടി DD അവസാനിക്കായിരിക്കും. ഇനി DE ആയിരിക്കും വരാൻ പോകുന്നത്. എന്നിട്ട് എനിക്ക് DEയോട് അത്ര താല്പര്യമില്ല. എന്നാലും ഞാനിരുന്നിങ്ങനെ പറയുമായിരുന്നു, ദേവികയുടെ സ്റ്റാർട്ടിങ്ങിൽ DE പോലെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. വേറെ വഴിയില്ല. സോ ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ 18,000 വരെ ഇങ്ങനെ പടപടയിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോയി. കാര്യം ലാസ്റ്റ് മിനിറ്റിലാണല്ലോ നമ്മൾ രണ്ടുപേരും ചേഞ്ച് ചെയ്യുന്നത്. അതിലാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം വേറെ ആളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഇതുകൊണ്ട് പോരുത് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് ഫൈനലി 18 എത്തിയപ്പോൾ ഞാനൊന്ന് അമ്മയെ വിളിച്ചു. ഇനി 2 മിനിറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് 10:32 അപ്പോഴേ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു 10:35 വരെ ചിലപ്പോൾ ടൈം തന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് മുകളിൽ ഇങ്ങനെ ടൈം കാണിക്കില്ല, ഇങ്ങനെ ഇനി ബാക്കി എത്ര സമയമുണ്ടെന്നൊക്കെ. അങ്ങനെ അമ്മയെ വിളിച്ച് അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇനി മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ 19 ആക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റാൻ നോക്കിയതും അമ്മ എടുത്തതും ടൈം കാണിച്ചു. ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ടൈം ഈസ് ഓവർ. അപ്പോഴമ്മയും പറഞ്ഞു, അല്ലെങ്കിൽ 20,000 രൂപ പ്ലസ് പോവുകയാണെങ്കിൽ ഈ നമ്പർ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ കിട്ടിയില്ല.
അപ്പുറത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആകെയുള്ളൊരു ആശ്വാസം വെറുതെ 3000 രൂപയ്ക്ക് ആൾ കൊണ്ടുപോയില്ല, 18,000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ഗൈസ്. ആരാണെങ്കിലും സത്യം പറയാനും ചെറിയ വിഷമമൊക്കെ ഉണ്ട്, ബട്ട് കുഴപ്പമില്ല. ഇനി എടുക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ഫാൻസി നമ്പറേ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊന്ന് ഇത്രയും സ്പെൻഡ് ചെയ്യാമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നമ്പറല്ല എന്ന് വെച്ചാൽ ഭയങ്കര ഫാൻസി അല്ല, മറ്റേ 1,50,000 വരെ പോകുന്നൊരു ഫാൻസി ഞാൻ നോക്കുന്നൊന്നുമില്ല. പക്ഷേ തിരക്കേടില്ലാത്ത കുറച്ചും കൂടി നല്ലൊരു നമ്പർ കിട്ടുമെന്ന് വിൽ ട്രൈ. ഓക്കെ, അപ്പം ഇനി നമ്പർ ബുക്കിങ്ങിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് കൊച്ചിയിലോട്ട് പോകാൻ പോവാണ്. എന്തിനാന്ന് വെച്ചാൽ തിരുവേരാണിക്കുളത്ത് പോവാണ്. അപ്പോൾ അറിയാം, വർഷത്തിൽ 12 ദിവസം മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അമ്മയും ചേച്ചി എല്ലാവരും കൂടി തലേ ദിവസമേ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിപ്പോൾ അത് ഒറ്റയ്ക്ക് KSRTC ബസ്സിൽ പോയിട്ട് അവിടെ ഇറങ്ങുകയാണ്. വൈകുന്നേരം കയറിയതായിരുന്നു, പക്ഷേ അറൗണ്ട് 12 അവേഴ്സോളം ട്രാവൽ എടുത്തു. ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു അവസ്ഥയും കൂടിയാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ആ KSRTC ബസ്സിലുള്ള കണ്ടക്ടറൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നേ. പിന്നെ ഒരു 2:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലെ കൊച്ചി മൊത്തത്തിലുള്ളൊരു മുഖച്ഛായ എന്നെ മാറ്റിയൊരു ദിവസമാണ്. ഭയങ്കര വിജനമാണ്. സാധാരണ എല്ലാവരും ഈ നൈറ്റ് ലൈഫ് കൊച്ചിയിൽ അടിപൊളിയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ഒരു ദിവസം ചെന്നിറങ്ങിയതിന് ശേഷം ജസ്റ്റ് കുറച്ച് സമയം ഞാൻ ചെന്നിറങ്ങുന്നു, ചേച്ചിയെ വിളിക്കുന്നു, അവരെന്നെ വിളിക്കാനായിട്ട് വരുന്നു. ഹോട്ടലിൽ നിന്ന് അവർ ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് തന്നെ ഒരു കാറിങ്ങനെ തുടരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു സമയത്ത് പാനിക് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഐഡിയ എനിക്ക് പോയില്ല. അപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് പാർക്ക് ചെയ്യുന്നു, കുറച്ചുകൂടി ബാക്കിൽ വന്ന് പാർക്ക് ചെയ്യുന്നു, വീണ്ടും ഒരു റൗണ്ട് കറങ്ങുന്നു, അടുത്തുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ കുറച്ചധികം ടെൻഷനായി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാറിൽ കയറുന്നത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്കൊക്കെ പോയി. ഇപ്പോൾ അസമയമാണ്, വേറെ സമയമാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഇതേവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു സ്ഥലത്തിൻ്റെ മാത്രമല്ല, എല്ലായിടത്തും കാണുമല്ലോ ഒരു 1 in a million. അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാൻ ഈ കിടന്ന് ടെൻഷൻ പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത നമ്പർ ബുക്കിംഗ് അവിടെ നടക്കുകയാണ്, അതിൻ്റെ ടെൻഷനാണ്. ഗൈസ് പ്ലീസ് ഡു എക്സ്ക്യൂസ് മൈ കോലം. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. നമ്പർ കിട്ടി, KL0D1998. അപ്പോൾ ഇതിൻ്റെ സംഭവം മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലോ. നമുക്കിനി ബാക്കിയിലെല്ലാം നമ്മൾ എമൗണ്ട് അയച്ചു കൊടുക്കണം. അയ്യോ, ശരിക്കും ഇതെൻ്റെ 3ാമത്തെ ലേലമാണ്. 2 വട്ടം വിളിച്ചു, കിട്ടിയില്ല. അത് 9988-ഉം 8899-ഉം ആയിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് കിട്ടാത്ത നന്നായിന്ന്. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, എല്ലാം ഈ നമ്പർ എനിക്ക് എന്ത് അറ്റ് എനി കോസ്റ്റ് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരുപാട് സന്തോഷം. കുറേ നേർച്ചകളൊക്കെ എഴുതി, അതൊക്കെ ചെയ്യണം. എനിക്ക് സൗണ്ട് വരുന്നില്ല. ബാലൻസ് എമൗണ്ട് അയച്ചു കൊടുക്കട്ടെ. ഇത്തവണ ഏജൻറ്റിന് കൊടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏജൻറ്റിന് ബാലൻസ് എമൗണ്ട് അയച്ചു കൊടുത്തു. ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചതും അതുപോലെ അമ്മയുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തൊട്ടുള്ളൊരു ആഗ്രഹവും സാധിച്ചൊരു ദിവസമാണ്. എങ്ങോട്ട് പോകുന്നു? തിരുവേരാണിക്കുളം. കുറേ നാളത്തെ ആഗ്രഹമുള്ള സ്ഥലം. അതെ, പോവാം. ഇന്നാണ് ആഗ്രഹം സഫലമാകുന്നത്. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഒരുപാട് ആഗ്രഹങ്ങളും സഫലമൊക്കെ. അപ്പം ലെറ്റ്സ് ഗോ. ഓക്കെ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. തിരുവേരാണിക്കുളം അമ്പലത്തിലോട്ടാണ് പോകുന്നത്. വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്നതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ടും ഓരോ വട്ടവും വരണമെന്ന് വിചാരിക്കും, പക്ഷെ വരാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ അത് സാധിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് അമ്മയുടെ മുഖത്ത് കാണുന്നത്. പിന്നെ അമ്മ ഒരു ഭയങ്കര ഒരു ശിവഭക്തയും കൂടിയാണ്. അപ്പം ആ ഒരു സന്തോഷം ഞാൻ പിന്നെ പറയണ്ടല്ലോ. അതിനൊപ്പം തന്നെ ഇരട്ടി മധുരമാണ്. എനിക്ക് അന്ന് തന്നെ എൻ്റെ നമ്പറും കിട്ടി. ഒരു വട്ടം ട്രൈ ചെയ്തു, കിട്ടിയില്ല. 2ാമത്തെ വട്ടം ട്രൈ ചെയ്തു, കിട്ടിയില്ല. 3ാമത്തെ വട്ടമാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്.
പിന്നെ എന്തായാലും മറ്റേ നമ്പർ കിട്ടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ള നമ്പർ വേണമെന്ന്. അതുകൊണ്ട് കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ള നമ്പർ തന്നെയാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ DE വന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആണ്. എന്നാൽ പിന്നെ DE എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പേരിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ദേവികയുടെ DE. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഇയർ ഓഫ് ബർത്തും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുകൊണ്ടാണ് DE 1998 എടുത്തത്. 1998 ഞാൻ ജനിച്ച വർഷമാണ്. അപ്പം ഇനി ഏത് വണ്ടി എടുത്താലും എനിക്കിനി ഇങ്ങനൊരു നമ്പർ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. 1998 കിട്ടുമായിരിക്കും, പക്ഷേ DE അതിൻ്റെ കൂടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ. നമ്മൾ പറയില്ല ഒരു കാര്യം 1-2 വട്ടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഗോഡ് ഹാസ് ബെറ്റർ പ്ലാൻസ് ഫോർ യു എന്ന്. അതിപ്പോൾ ശരിക്കും എനിക്ക് സത്യമായില്ലേ. അപ്പം ഇനി നമുക്ക് തിരിച്ചു വരാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടില്ലേ? എന്നാലും ക്ഷമയോടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളതേ ഇറങ്ങി. അമ്മയും ഒരുപാട് ഹാപ്പി ആയേ. എങ്ങനെ എത്ര വർഷത്തെ ആഗ്രഹം? പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്നിട്ട് ആനന്ദാശ്രമൊക്കെ പോയിച്ച്. അതെ, അത്രയ്ക്ക് സന്തോഷമായി. എത്ര നാളത്തെ ആഗ്രഹം നടന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ രാത്രിയായി എത്തിയപ്പോൾ വിഷ്ണുമായ ക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇന്നുകൊണ്ട് ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്നെൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് പോകാൻ പോകുന്നു. സോ ഞാൻ മാത്രം റെഡി ആയി പോരുമല്ലോ, വണ്ടിയും കൂടെ ലാസ്റ്റ് ഒന്ന് TP വെച്ചിട്ടുള്ള വാഷ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇച്ചിരി പൊടി ഉണ്ടാവേണ്ടതാണ്. കുറച്ച് ദിവസമായി പുറത്ത് കൊടുത്ത് വാഷ് ചെയ്തിട്ട്. അപ്പം എനിക്ക് കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്പർ എന്താണെന്ന് ഇന്ന് അവിടെ പോയിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് വണ്ടി വാഷ് ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ വഴിയെ പറയാം. ഇറങ്ങി ഇറങ്ങി വരൂ. എവിടെ? ആനന്ദം പൊന്നാമ്പൽ സമയം നിന്നാടത്തിമിഴ് കണ്ടില്ല. ഫൈനലി കിട്ടിപ്പോയി. അതും എന്റെ നമ്പർ തന്നെ. അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച നമ്പർ തന്നെ.